ചെയ്തിരിക്കുന്നത്. എന്താ പറയാ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്നിൽ എത്തിച്ചേർന്ന ഒരു ക്യാരക്ടറാണ് ഇത്. സോ എന്തായാലും കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഞാൻ ഇപ്പൊ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്തായാലും ആൻസർ ചെയ്യാം. എനിക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ നന്ദി. എല്ലാവർക്കും നമസ്കാരം. സാറ് പറഞ്ഞ പോലെ ഇതൊരു ചെറിയ പടമാണ്, പക്ഷേ ഒരു നല്ല സോഷ്യൽ കോസുള്ള മൂവിയാണ്. അപ്പോൾ ഞങ്ങൾ മാർച്ച് 1 വേണ്ടി വെയിറ്റിംഗ് ആണ്, എസ്പെഷ്യലി വിത്ത് തിയേറ്റർ പ്രോബ്ലംസ് ആൻഡ് ഓൾ. ഐ ഹോപ്പ് ഞങ്ങൾ പടം ഇറങ്ങും ആൻഡ് അത്യാവശ്യം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നമസ്കാരം. വർക്കൊക്കെ ചെയ്തു നമ്മൾ നല്ല രസമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസം. പിന്നെ വർക്ക് ചെയ്യാനും ഈസി ആയിരിക്കും, കാരണം നമുക്ക് അതിലെ എല്ലാവരുടെയും പെർഫോമൻസ് വൈസും അതിൻ്റെ എഡിറ്റിംഗ് വൈസും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു മൂഡ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ സാർ വിഷ്വൽ തന്നപ്പോൾ തന്നെ ഒരു സോങ് പ്ലാൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിരുന്നു അതിൻ്റെ ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ പാട്ട് ശ്രീ സാറും ആണ് പാടുന്നതെന്നുള്ളൊരു ഒരു പ്ലാനിങ്ങിൽ വന്ന സമയത്ത് തന്നെ ആദ്യം ഞാൻ കമ്പോസ് ചെയ്ത് തുടങ്ങിയതന്നെ ഇതിൻ്റെ ആൻവലിൽ വെച്ചിട്ടായിരുന്നു. കാരണം എനിക്ക് സാധാരണ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്യുന്നതൊക്കെ ട്യൂൺ കൊടുത്തിട്ടൊക്കെ കമ്പോസ് ചെയ്ത് ട്യൂൺ കൊടുത്തതിന് ശേഷം ലിറിക്സ് എനിക്ക് വരാറാണ്. ഇത് സുനിൽ സാറ് തന്ന ലിറിക്സ് ഭയങ്കര കറക്റ്റ് ചിട്ടപ്പെടുത്തിയൊരു സ്റ്റൈലിലായിരുന്നു. അപ്പോൾ ട്യൂൺ ചെയ്യാൻ ഈസി ആയിരുന്നു. നമുക്ക് ഇപ്പോൾ വേറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ട് വരികളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നോക്കി, പിന്നെ അറിയാതെ ഞാൻ പാടി പോയപ്പോഴാണ് അനുപല്ലവി തുടങ്ങി കുതിർന്ന് കണ്ടിട്ട്. ഞാൻ ആക്ച്വലി എന്താ പറയുന്ന ഒരു ബാത്റൂം സീൻ എല്ലാവരുമായിട്ട് ഉറപ്പിക്കും വീട്ടിലേക്ക്. അപ്പോൾ വെറുതെ ഇങ്ങനെ പാടി പോയപ്പോൾ ഒരു ട്യൂൺ കിട്ടി. പിന്നെ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് യാദൃശ്ചികമായിട്ട് എന്താ പറയുക ഒരു പടച്ചോമാനുണ്ടായിരുന്നു പറയില്ലേ. അപ്പോൾ ആ രീതിയിൽ അതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് സ്കോറെല്ലാം കുറെ ചിട്ടപ്പെടുത്താൻ പറ്റി. അത് കണക്ക് തന്നെ പാട്ടുകളും അതുപോലെയൊക്കെ വന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ജഗദീഷ് പറയല്ലേ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ, അപ്പം അങ്ങനെയുള്ളൊരു ഇതിലാണ്. എന്തായാലും ഞങ്ങൾ എല്ലാവരും നല്ല ടീം വർക്കായിരുന്നു. എഡിറ്റർ വിജിലേഷ് ഭായി ആണെങ്കിലും മഞ്ജിത് സാറാണെങ്കിലും മഞ്ജിത് സാറിൻ്റെ ഉള്ളിലൊരു മ്യൂസീഷ്യൻ ആക്ച്വലി ഉണ്ട്. പുള്ളി ഓരോരോ വരികൾ ഞാൻ ഇങ്ങനെ ട്യൂണ് കിട്ടുമ്പോൾ ഞാനിങ്ങനെ പുള്ളിയോട് പറയുമ്പോൾ നീ അത് ഒറ്റ കാര്യം പറയാറുള്ളൂ, നീ അത് തകർത്തോന്ന് പറയും. അപ്പം നമുക്ക് കിട്ടുന്ന തരുന്ന ഒരു കോൺഫിഡൻസ് ലെവല് ചെറുതല്ല. പിന്നെ ശ്രീ സാറാണെങ്കിലും വളരെ ഞാൻ അന്ന് പറഞ്ഞില്ല ഒരു പ്രാവശ്യം, അത്യാവശ്യം ശ്രീ സാറെ കൊണ്ട് അതിൽ പാടിക്കുമ്പോൾ ഒരു പേടിയില്ലായിരുന്നു. അത് പാടി സാറെ ശരിയായിട്ടോ പറയാൻ വയ്യുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നല്ല ഔട്ട്പുട്ടായിരുന്നു കേട്ടോ കിട്ടിയത്. അവിടെ പാടി തുടങ്ങിയപ്പോൾ ആള് ചില്ലറക്കാരല്ലാതെ വിളിച്ചില്ലേ. എന്തായാലും അടിപൊളിയായിരുന്നു സാറ്. അത് കൃത്യമായി കൈകാര്യം ചെയ്തു. പിന്നെ ഞാനൊരു മുതലെടുപ്പും കൂടെ നടത്തി. പുള്ളിനെ കൊണ്ട് കുറേ വോക്കൽ കുറച്ച് ഹമ്മിങ് ഒക്കെ എടുത്തിച്ചിരുന്നു. അതെല്ലാം ഞങ്ങൾ കൂട്ടിയിണക്കി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സ്കോറെല്ലാം സാറ് ഞാനും കൂടെ ഇരുന്ന് ആണ് ഓർമ്മിച്ചിട്ടുള്ളത് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന വേണം, സപ്പോർട്ട് വേണം, എല്ലാവരും അനുഗ്രഹങ്ങളും വേണം. താങ്ക് യു. നമസ്കാരം. എൻ്റെ റിലീസാവുന്ന ആദ്യത്തെ സിനിമയാണ്. പക്ഷെ ഇതെൻ്റെ സിനിമയിലെ 19ാമത്തെ വർഷമാണെന്നുള്ളതാണ് ഒരു സത്യം. 19 വർഷങ്ങൾക്ക് മുന്നേ 2005 സീരിയലിൽ അഭിനയിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം അഭിനയം പറ്റുന്ന പണിയല്ല എന്ന് മനസ്സിലാക്കി തിരിച്ച് ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു. ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, എഡിറ്റിംഗ്, ഗ്രാഫിക്സ്, VFX ഫയർഫ്ലൈയിൽ ബാഹുബലി വർക്ക് ചെയ്തു. അങ്ങനെയെല്ലാം തിരിച്ചു കറങ്ങി 18 വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ച് അഭിനയത്തിലേക്ക് വന്നിട്ടുള്ളത്. സോ ഇതൊരു 18 വർഷത്തിന് ശേഷം ഒരു പുതിയ തുടക്കമായിട്ട് കാണുന്നു.
എല്ലാവരെയും സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. സോ കൂടുതലൊക്കെ ബാക്കി പിന്നീട് ഇതിലേക്ക് പറയാം. താങ്ക് യു. ഈ അവസരം തന്ന മഞ്ജിത് ഭായിയും റഹീം സാറിനും എല്ലാവർക്കും എൻ്റെ വളരെ നന്ദി ആദ്യമേ പറയുന്നു. ഞാനും ഒരു പുതുമുഖമാണ്. ഈ അവസരം തന്ന മഞ്ജിത് സാറിനും റഹീം സാറിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഷീത് സാറിനെ പോലെ ഞാനും മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഈ ഒരു കൊച്ചു സിനിമയുടെ ഇതിലൂടെ വരാൻ ഭാഗ്യം കിട്ടിയതിൽ സന്തോഷിക്കുന്നു. മാർച്ച് 1 റിലീസ് ആവുന്ന ഈ സിനിമ നിങ്ങളിലൂടെയാണ് കേരള ജനത കാണുന്നത്. നിങ്ങളുടെ അഭിപ്രായം അത് കണ്ടിട്ട് നിങ്ങൾ തരുന്ന റിവ്യൂ ആണ് സിനിമയുടെ ബാക്കി ഉള്ള ദിവസത്തെ മൈലേജ്. അപ്പോൾ നിങ്ങളത് ഞങ്ങൾ ചെയ്ത ഈ കൊച്ചു സിനിമ എത്രത്തോളം ഞങ്ങളെ കൊണ്ട് പറ്റുന്നു അത്രയും നല്ല രീതിയിലാണ് ചെയ്തത്. അപ്പം നിങ്ങളത് അംഗീകരിച്ച് അതിൻ്റെ അഭിപ്രായം പറയണം. താങ്ക് യു. നമസ്കാരം. ഇതൊരു കുഞ്ഞു സിനിമയാണ്. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. കാരണം ഒരുപാട് നല്ല സിനിമകൾ ഇപ്പോൾ ഇറങ്ങി വിജയിച്ച് വന്നിരിക്കുന്ന ഈ കാലത്ത് ഇങ്ങനെയുള്ള സിനിമയെ വിജയിപ്പിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ പുതുമുഖമല്ല. എൻ്റെ കുട്ടിക്കാലം മുതലേ നാടകം ആയിരുന്നു. നാടക യോഗത്തിൽ വർക്ക് ചെയ്തതിന് ശേഷം ഒരു പ്രവാസിയായി. പ്രവാസ ജീവിതത്തിലും എൻ്റെ കലാപരിപാടി തുടർന്നു. മസ്കറ്റ് ആർട്സ് എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടായി. 2014 സംഗീത നാടക അക്കാദമിയുടെ അവാർഡൊക്കെ വാങ്ങി. അവിടെ നിന്ന് ഒരു സിനിമ ചെയ്യുകയുണ്ടായി. ഫസ്റ്റ് ഇൻഡോ അറബ് ഫിലിം സയാന എന്ന് പറയുന്ന അതിൽ ഇന്ത്യൻ നായകൻ ഞാനായിരുന്നു. ഇപ്പം ലാസ്റ്റിൽ ചക്കപ്പഴത്തിൽ ലല്ലോളിയത്തിൻ്റെ വേഷം ചെയ്തു. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. ഇതിനകത്ത് ഒരു നല്ല വേഷമാണ് ചെയ്തിരിക്കുന്നത്. കണ്ട അഭിപ്രായം പറയണം. എന്തായാലും നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സിനിമയെ വിജയിപ്പിക്കാൻ. നിങ്ങളുടെ അനുഗ്രഹവും ആശീർവാദവും അഭിപ്രായങ്ങളും ഞങ്ങൾക്കുണ്ടാവും.